നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 8 റിവ്യൂ ആണ്. റിവ്യൂ പറയുന്നതിന് മുമ്പ് അനീഷ്, ആദില, നൂറ ഇവരുടെ വിഷയത്തിലുള്ളൊരു അഭിപ്രായം പറയുകയാണ്. എവിടെ എന്ത് എങ്ങനെ സംസാരിക്കരുത് എന്നുകൂടി അനീഷ് മനസ്സിലാക്കണം. ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഏത് കാര്യത്തിലും വകതിരിവോടുകൂടി നിങ്ങൾക്ക് ഇടപെടാം, കണ്ടന്റ് ഉണ്ടാക്കാം. മറിച്ച് ഒരാളുടെ വളരെ പേഴ്സണലായിട്ടുള്ള വിഷയത്തിൽ പ്രത്യേകിച്ച് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ അത് ഇൻറ്റൻഷൻ പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ പോലും ഇടപെടുന്നത് ശരിയല്ല, ഇടപെടാൻ പാടില്ല. അപ്പോൾ ആദിലേനെ നൂറേനെ സംബന്ധിച്ച് അവർ പ്രായപൂർത്തിയായിട്ടുള്ള വളരെ മെച്യൂർഡ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൊരു ക്രൈസിസിൽ നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനും നിങ്ങൾക്ക് പറയാനും ഉള്ളൊരു സ്പേസ് അവർ തന്നിട്ടില്ലെങ്കിൽ അവിടെ കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഒന്നും അറിയാത്ത അവർ കടന്നു വന്നിട്ടുള്ള സിറ്റുവേഷനോ അവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളോ അതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയില്ലാത്തൊരു വ്യക്തി അതിൽ അഭിപ്രായം പറയുന്നത് മര്യാദയല്ല, മാന്യതയല്ല. ഇത്തരത്തിലൊരു മിസ്റ്റേക്ക് അനീഷിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഫുൾ ഒരു എപ്പിസോഡ് എടുത്തു വെച്ച് നോക്കിയാൽ അനീഷ് എന്ന് പറയുന്നൊരു മത്സരാർത്ഥിൻ്റെ ഗ്രാഫ് ഒരുപാട് മുകളിലേക്ക് ഉയർന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് അനീഷ് ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതായാലും മറ്റ് കണ്ടസ്റ്റൻസ് അനീഷിനെതിരെ പറയുന്ന പരാതികളിൽ ലാലേട്ടൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് അനീഷിൻ്റെ ഗെയിമിനെ കുറിച്ചിട്ട് മറ്റ് മത്സരാർത്ഥികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി വെച്ചിട്ടാണെങ്കിലും അനീഷ് എന്ന് പറയുന്നൊരു ഗെയിമറിനെ ഒരുപാട് മുകളിലേക്ക് ഉയർത്താനായിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ബിഗ് ബോസ് കാണുന്ന മെജോറിറ്റി പ്രേക്ഷകർക്ക് കൺവിൻസിങ് ആവുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഇന്ന് അനീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എപ്പിസോഡിലേക്ക് വന്നാൽ ആദ്യം തന്നെ എവിക്ഷൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. എവിക്ഷനിലുള്ള എല്ലാവരും എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ഓരോരുത്തരോടുമായിട്ട് അഭിപ്രായം ചോദിക്കുകയാണ്. അതിലാദ്യം നെവിനോട് അഭിപ്രായം ചോദിക്കുന്നു. എന്ത് തോന്നുന്നു, പുറത്ത് പോകുമോ, പോകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നെവിൻ പറയാണ്, ഞാൻ പുറത്തു പോകില്ല, ഞാൻ പുറത്തു പോയാൽ ഇവിടെ ഉള്ളവരുടെയൊക്കെ മാനസികാവസ്ഥ മോശമാകും, അതുകൊണ്ട് പോവില്ല എന്ന്. രഞ്ജിത്തിനോട് ചോദിക്കുമ്പോഴത്തേക്കിനും രഞ്ജിത്തും പറയുന്നു പുറത്ത് പോകില്ല എന്നുള്ളത് തന്നെയാണ്, ഞാൻ ജെന്യുവനായിട്ടാണ് നിന്നിട്ടുള്ളത്. പക്ഷേ ആദ്യത്തെ ആഴ്ചയിൽ അടുക്കളയിലായി പോയതുകൊണ്ട് ഒരു വീട്ടമ്മേൻ്റെ ഉത്തരവാദിത്വം കൂടെ ചെയ്യേണ്ടി വന്നതുകൊണ്ട് അവിടെ ഒന്ന് ഒതുങ്ങിപ്പോയി എന്ന് രഞ്ജിത്ത് പറയുന്നു. പക്ഷേ രഞ്ജിത്ത് തന്നെയാണ് എവിക്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ ആഴ്ചയിൽ രഞ്ജിത്ത് എവിക്റ്റ് ആയിരിക്കുകയാണ്. ഒന്നെങ്കിൽ ശൈത്യ അല്ലെങ്കിൽ രഞ്ജിത്ത്, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ഔട്ടാവും എന്നുള്ളതാണ് ഞാനും വിചാരിച്ചിരുന്നത്. അതേപോലെ ഓരോരുത്തരോടും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലാവരും പോകാൻ ഇവിടെ നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതിനുശേഷം ഈ പരാതിപ്പെട്ടി കൊടുത്തിരുന്നു. അതിൽ 2 പരാതിപ്പെട്ടിയുണ്ട്. അനീഷിന് വേണ്ടി മാത്രമായിട്ട് ഒരെണ്ണം, അല്ലാതെ കോമൺ ആയിട്ടുള്ള പരാതി എഴുതാനും. അപ്പോൾ അനീഷിൻ്റെ പെട്ടി നിറഞ്ഞു. ലാലേട്ടൻ തന്നെ പറയുന്നു അനീഷിനെതിരെയാണ് പരാതി മുഴുവനും വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അനീഷിനെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് അനീഷിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ാണ് ആദിലേനെയും നൂറേനെയും എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് അനീഷിനെതിരെയുള്ള പരാതി എന്താണെന്ന് ചോദിക്കുന്നത്. ആക്ച്വലി അവർ എഴുതി കൊടുത്തിട്ടുള്ള പരാതി ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് കേൾക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ കേൾക്കാൻ നിൽക്കണോ, നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ നിൽക്കണോ, അത് അയാളുടെ സ്ട്രാറ്റജിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെയാണ് ഇവർ പറഞ്ഞ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ വെച്ചിട്ടാണ് അനീഷ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലാണ് അവരുടെ പാരൻസുമായിട്ട് പിന്നെ സംസാരിക്കാത്തതും പാരൻസിൻ്റെ കൂടെ പോവാത്തതും അവരെ വിളിക്കാൻ ശ്രമിക്കാത്തതിനെയൊക്കെ പറ്റി അനീഷ് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് സംസാരിച്ചതെന്നാണ്. പക്ഷേ എന്തെന്നാണെങ്കിലും അവർ നിങ്ങളെ അങ്ങനൊരു അഭിപ്രായം പറയാൻ ക്ഷണിക്കാത്തിടത്തോളം, അങ്ങനൊരു സ്പേസ് അവർ തരാത്തിടത്തോളം അതിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും. ഇപ്പം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഏത് വിഷയത്തിലും പകുതിരിവോട് കൂടിയിട്ട് ഇടപെടുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് അത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാം. ഇപ്പം അനീഷ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി തന്നെ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുക, പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ ഈ തരത്തിലിരുന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലൊരു ഇത് ചോദിക്കുമ്പോൾ ആർക്കായാലും ട്രിഗർ ആവും. പ്രത്യേകിച്ച് അവർ ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ് വന്നിരിക്കുന്നതെന്നും അനീഷിനറിയില്ല. നമ്മൾ വളരെ കാഷ്വലായിട്ടിരുന്ന് സംസാരിക്കുന്ന ഒരു ഇതായിരിക്കില്ല. അവർ കടന്നു വന്നിട്ടുള്ള ബുദ്ധിമുട്ട് അതിനേലേറെ ആയിരിക്കാം. അത് മനസ്സിലാക്കാത്ത ഒരാൾ, അറിയാത്ത ഒരാൾ അതിൽ അഭിപ്രായം പറയാൻ പോകാതിരിക്കുന്നതായിരുന്നു മാന്യത. പിന്നീട് ഈ എപ്പിസോഡ് തീരുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു നല്ലൊരു കോൺവെർസേഷൻ അവർ തമ്മിൽ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇനി അങ്ങോട്ടാണെങ്കിലും മറ്റൊരാളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് സംസാരിക്കാതിരിക്കുന്നതാണ് അവിടെ ഉള്ളവർക്ക് നല്ലത്. എന്ന് പറഞ്ഞാൽ പരസ്പരം ബഹുമാനത്തോടെയും പിന്നെ സമ്മതിച്ചിട്ടും പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആ സ്പേസ് ഇല്ലാത്തടത്ത് കയറിയിട്ട്
ഇമാതിരി വർത്തമാനം പറയാനായിട്ട് ആരായാലും നിൽക്കരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പരാതി വന്നതിനെ പറ്റിയൊക്കെ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നത് ഈ വീട്ടിൽ എല്ലാവരുമായിട്ടും ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്തിട്ടുള്ളത് ഞാനാണ്. ഇവർക്ക് എല്ലാവർക്കും എൻ്റെ വീട് എവിടെയാണ്, വീടിൻ്റെ സ്ഥലം, മാപ്പ് വരെ ഇവർക്കൊക്കെ അറിയാം. അത് ഞാൻ പറഞ്ഞിട്ടല്ലേന്ന് അനീഷ് പറയുന്നുണ്ട്. ശരിയാണ്, അനീഷ് എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഈ 18 പേരുടെ ഉള്ളിലും അനീഷിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നെഗറ്റീവാണ് ഒബ്വിയസ്ലി, പക്ഷേ അങ്ങനൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അനീഷിനെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ അനീഷ് എന്താണ് അവരോട് പറഞ്ഞതെന്നുള്ള വീഡിയോ കാണിക്കുന്നുണ്ട്. കാരണം അത് എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ലൈവിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞത് എന്നുള്ള വീഡിയോ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് കരയുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ ഓരോരുത്തരുടെയും പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, ഏതൊക്കെ ബുദ്ധിമുട്ടിലൂടെയും ഒക്കെയാണ് അവർ കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള വിഷയമൊക്കെ ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടുന്നത് അനീഷിൻ്റെ ഗെയിമിൽ ദോഷം ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ ലാലേട്ടൻ ഇവരോട് പറയുന്നു, നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമെന്ന്. പിന്നീട് ഈ അനീഷ് ക്യാമറേൻ്റെ മുന്നിൽ പോയിട്ട് എൻ്റെ ഇൻറ്റൻഷൻ പോസിറ്റീവായിരുന്നു, ഇവരുടെ ഫാമിലീനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരണം, അങ്ങനെ ഇവരെ ഫാമിലീൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരത്തിൻ്റെ അടുത്ത് അനീഷിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ശരത്ത് പറയുന്നത് ഇവിടെയുള്ള 19 പേർക്കും അനീഷാണ് പ്രശ്നം. ലാലേട്ടൻ ചോദിക്കുന്നു, അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശരത്ത് പറയാണ്, നമ്മൾ സ്നേഹത്തോടെ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നീ ആരാടാ അത് ചോദിക്കാൻ, നീ അത് ചോദിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അനീഷ് തിരിച്ച് ചാടിക്കൊണ്ട് വരും. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, അങ്ങനെ ചോദിക്കുന്ന ഒരാളോട് പിന്നെയും എന്തിനാണ് ചോദിക്കാൻ പോകുന്നത്? അങ്ങനെ ചോദിച്ച് നിങ്ങളെ ഇറിറ്റേറ്റഡ് ആക്കുക എന്നുള്ളത് പുള്ളിയുടെ ഗെയിം ആയിരിക്കും, അത് സ്ട്രാറ്റജി ആയിരിക്കും. നിങ്ങൾ എന്തിനാണ് പിന്നെ ഓൾറെഡി ഒരു പ്രാവശ്യം ചോദിക്കുമ്പോൾ അയാളുടെ മറുപടി ഇതാണ്, അപ്പോൾ പിന്നെയും ചോദിക്കുന്നത് എന്തിനാണ് എന്ന് ശരത്തിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിന്നീൻ്റെ അടുത്ത് അനീഷിനെ പറ്റിയിട്ടുള്ള പരാതി എന്താണെന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കാർഡുകളൊന്നും ഇറക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, മലയാളത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതൊക്കെ അങ്ങനെയുള്ള കാർഡുകൾ ഇറക്കിയിട്ട് ഗെയിം കളിക്കുന്നു എന്ന്. അപ്പോൾ ബിന്നീൻ്റെ അടുത്തും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾ നിൽക്കണമെന്ന്. ശാരികേൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നു അയാളുടെ നല്ല ഗുണങ്ങൾ കുറച്ചുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു അയാൾക്കുള്ള നല്ല ഗുണങ്ങളൊക്കെ പറയുമെന്ന് പറയുമ്പോൾ നല്ല ഗെയിമറാണ്, അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളത് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്കുള്ള അയാളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ശാരിക പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് ശൈത്യൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത്. അപ്പോൾ ശൈത്യ പറയുന്നത് അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഡിഗ്നിറ്റീനെ നശിപ്പിക്കുന്ന തരത്തിൽ സംസാരം ഉണ്ടാവുന്നു. ഇപ്പോൾ അനു ഒരു ആക്ട്രസ്സാണ്, അനുവിൻ്റെ കരിയർ നശിപ്പിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. ശരത്തിന് അഭിനയം അറിയില്ല എന്ന് അനീഷ് പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പം തന്നെ അനീഷ് ചാടി എണീറ്റിട്ട് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ വീണ്ടും ശൈത്യനോട് ചോദിക്കുന്നു, അനീഷ് അങ്ങനെ പറഞ്ഞോ, ശരത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് അനീഷ് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ശൈത്യ ഉടനെ ശരത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നു, അങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങളവിടെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു. ശരത്ത് അത് കേട്ടിട്ടും കൂടിയില്ല. വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനീഷ് ശരിക്കും അങ്ങനെ പറഞ്ഞോ? അനീഷ് കൈപൊക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനൊരു കാര്യമേ പറഞ്ഞിട്ടില്ല, ഞാൻ ശരത്തിൻ്റെ അഭിനയം കൊള്ളില്ല, അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റേ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് ഈ അനുമോൾക്കെതിരെ അനീഷ് പറഞ്ഞു എന്ന് പറഞ്ഞത്, ഇവർ ജയിലിൽ കിടന്നിരുന്ന സമയത്ത് ഈ ശരത്ത് ഭയങ്കര ബഹളം ഉണ്ടാക്കിയല്ലോ, സ്ത്രീയല്ലേ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജീവിക്കണ്ടേ, കല്യാണം കഴിയാത്ത കുട്ടിയല്ലേ, പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ വിഷയത്തിനെ പറ്റിയിട്ട് അനുമോളോട് സംസാരിക്കുകയാണ്. അപ്പോൾ അനുമോൾ അന്ന് ശരിക്കും പറഞ്ഞ കാര്യം, ഇത്തരത്തിലും നിലപാടില്ലാത്തൊരു വ്യക്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അടുപ്പിക്കില്ല എന്നുള്ളതാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അവരുടെ അഭിനയത്തിനെ പറ്റിയോ പേഴ്സണലായിട്ടോ എന്തെങ്കിലും പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എപ്പിസോഡിലും കേട്ടിട്ടില്ല, ലൈവിലും കേട്ടിട്ടില്ല. അതേപോലെ അവിടെ നടന്നിട്ടുള്ള ഈ ജിസേലിൻ്റെ ഇന്നർ വിഷയത്തിനെ പറ്റിയിട്ടാണ് ഈ നിലപാടില്ല എന്ന് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് എവിക്ഷൻ പ്രോസസ്സാണ് കാണിക്കുന്നത്. അതിൽ ആര്യൻ, സരിക ഇവർ രണ്ടുപേരെയും സേവ് ആക്കുന്നു. ഇതിനിടയ്ക്ക് ബ്രേക്ക് ടൈം വന്ന സമയത്ത് അനീഷും
അനുമോളും തമ്മിൽ ഒരു വഴക്ക്. അനീഷ് പറയുന്നു അനുമോള് പറയണം അത് ആരാണ് ആ ഇന്നർ എടുത്തിട്ട് അങ്ങനെ ഇതൊക്കെ ചെയ്തത്, ആരാണത് കാണിച്ചതെന്നുള്ളത് അനുമോള് പറയണം. അപ്പം അനുമോള് പറയുന്നു ഞാൻ എന്തിനാ ചേട്ടനോട് പറയുന്നത്, പ്രേക്ഷകരും കണ്ടിട്ടുണ്ട് ലാലേട്ടനും കണ്ടിട്ടുണ്ട്, പിന്നെ ഞാൻ ചേട്ടനോട് എന്തിനാ പറയുന്നതെന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം ഞാൻ ഈ കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന്. അനുമോള് പറയുന്നു ചേട്ടൻ പറഞ്ഞോ, എന്നാലും ഞാൻ പറയില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ശൈത്യേൻ്റെ അടുത്ത് അനീഷ് പറയുന്നു ശൈത്യ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ഞാൻ അഭിനയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല എന്ന്. അപ്പോൾ ശൈത്യയ്ക്ക് അവിടെ കൺഫ്യൂഷൻ വന്നു. ഈ പറയാത്ത കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞ രീതിയിൽ അവിടെ അവതരിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിലാഷ് എന്തിനാണോ എന്തോ നീ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, നീ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, നിന്നെ പറ്റിയുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കത്തിക്കീറി അനീഷിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് നീ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ എന്ന് പറയുമ്പോൾ അനീഷ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഡയലോഗ് അടിച്ചാൽ നീ എന്ത് ചെയ്യും, ഡയലോഗ് അടിച്ചാൽ നീ എന്ത് ചെയ്യും. അവിടെ വേറെ എന്താണ് വാക്ക് തർക്കം അങ്ങനൊന്നുമല്ല. അനീഷിന് എപ്പോഴും ഒരേ കാര്യമായിരിക്കും റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കുറേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിൻ്റെ കാര്യം ഇങ്ങനെ അറിയാം, നീ എവിടുത്തെ ക്യാപ്റ്റനാണ്, നീ എന്ത് കോപ്പിലെ ക്യാപ്റ്റനാണ്, ഈ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ദിവസമായിരിക്കുമല്ലോ ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സാറ്റർഡേയിലത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരം അവിടെ വരുന്നത്. അതിനുശേഷം ലാലേട്ടൻ വരുന്നു. അപ്പോൾ ഈ വഴക്ക് ഇങ്ങനെ നടന്ന് മാറിയ ശേഷമാണ് ലാലേട്ടൻ വരുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ തുടങ്ങാം, അതല്ല നിങ്ങളുടെ കാര്യം നടക്കട്ടെ. അങ്ങനെ അഭിലാഷിനോട് ചോദിക്കുന്നു തുടങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അനീഷ് സോറി സാർ തുടങ്ങാം എന്ന് പറയുന്നു. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് പേരെ അങ്ങ് കത്തിച്ച് വിട്ടിട്ടുണ്ട്. ഓൾറെഡി ഒരു സ്പാർക്ക് ഉണ്ടായിരുന്ന ആൾക്കാരെ ലാലേട്ടൻ കുറച്ചും കൂടെ പെട്രോളൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ പുകയാനുള്ള അല്ലെങ്കിൽ ആളി കത്താനുള്ള അവസരമാക്കിയിട്ട് വിട്ടിട്ടുണ്ട്. അതെങ്ങനെയാവും എന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ബിന്നീനെ ഒണിയൽ കിച്ചൻ്റെ അവിടെ നിന്നിട്ട് ബിന്നി വിഷമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഒണിയൽ പറഞ്ഞത് കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തിരുന്നിട്ടും ഒണിയലിനെ ബിന്നി നോമിനേറ്റ് ചെയ്തിരുന്നല്ലോ, കിച്ചണിലൊന്നും ചെയ്യുന്നില്ല എന്നും ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നു എന്നൊക്കെ ഉള്ളൊരു റീസൺ പറഞ്ഞിട്ട്. അപ്പോൾ ഒനിയൽ തിരിച്ചു പറയുന്നത് ബിന്നിക്ക് വയ്യാതിരുന്നിട്ട് 3 ദിവസം കിച്ചണിലേക്ക് പ്രോപ്പറായിട്ട് വന്നിട്ടും കൂടിയില്ല, എന്നിട്ട് ഞങ്ങൾ അതിനൊന്നും പരാതി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ അടുത്ത ആഴ്ചത്തേക്കുള്ള കണ്ടൻറ്റ് ഉണ്ടാക്കാനുള്ളൊരു റീസൺ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. പിന്നീടാണ് അനിമോള് അക്ബറിനെ പറ്റിയിട്ട് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞതിനെ പറ്റി ചോദിക്കുന്നത്. അത് ലൈവിൽ എപ്പിസോഡിൽ അത് എത്രത്തോളം വന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. ലൈവിൽ കണ്ടപ്പോൾ ഞാനത് കണ്ടതാണ്. അപ്പം അതിൽ ഭയങ്കര ദേഷ്യത്തോടെ നോക്കുന്നു, പിന്നെ വെറുപ്പോടെ നോക്കുന്നു എന്നുള്ളതേ അനുമോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ അനുമോളും പറയുന്നു ദേഷ്യത്തോടെ നോക്കുന്നു, വെറുപ്പോടെയൊക്കെ നോക്കുന്നു എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് അനുമോൾ പറഞ്ഞ വീഡിയോ, കാരണം ഈ അനുമോളോട് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ ഈ അനുമോൾക്കുള്ളൊരു ഇതുണ്ട്, കാര്യം മനസ്സിലായാലും ഒരു പൊട്ടംകളി, ഒരു പൊട്ടത്തിയാണ് എന്നൊക്കെ കാണിക്കാനുള്ളൊരു ഇത്. അപ്പോൾ ലാലേട്ടൻ അപ്പോൾ അടുത്തിരിക്കുന്ന ആളിനോട് എന്താ പറഞ്ഞതെന്നൊക്കെ ഉള്ള രീതി ചോദിക്കുമ്പോൾ ലാലേട്ടന് ദേഷ്യം വരുന്നു. ലാലേട്ടൻ ചോദിക്കുന്നു ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഞാനിവിടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം കാര്യമൊക്കെ മനസ്സിലായി, എന്നാലും ഒരു പൊട്ടംകളി. അപ്പം ഇതാണ് റീസൺ എന്നുള്ളത് അനുമോൾ പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് ജിഷേലിൻ്റെ ചങ്ക് പൊട്ടിപ്പോയ കഥ പറയുന്നത്. അപ്പം ഷാനവാസിനെ അത്രയും കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന് കാത്തു സൂക്ഷിച്ച് കഴിഞ്ഞിട്ട് ഷാനവാസ് വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി എന്ന് ജിസേൽ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ എവിക്ഷൻ പ്രോസസ്സിൽ രേണുവിനെ സേവ് ആക്കുന്നു. പിന്നെ ശരത്തിൻ്റെയും അനുവിൻ്റെയും ജയിൽവാസത്തെ കുറിച്ച് ചോദിക്കുന്നു. നിങ്ങൾ റൂളൊക്കെ കറക്റ്റായിട്ടാണോ ചെയ്തത്, ക്യാപ്റ്റനെ ജയിലിലിട്ട് പൂട്ടിയതും പുറത്തിറങ്ങി നടന്നതും അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്, ജയിലിൽ പോകുന്നത് തമാശയാണോ, തമാശ കളിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടിയൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തോ എന്നൊക്കെ അനുവിൻ്റെ അടുത്തും ശരത്തിൻ്റെ അടുത്തും ചോദിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നതൊക്കെ ചെയ്തു, പിറ്റേന്ന് അത് കഴിഞ്ഞിട്ട് തന്നത് കുറച്ച് ഡിലേ വന്നു എന്ന്. അപ്പോൾ അനീഷ് എഴുന്നേറ്റിട്ട് പറയുന്നു ഞാൻ ഇവരോട് പറഞ്ഞതാണ് മഴ വരാൻ പോകുന്നുണ്ട്, മിന്നലുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്, പക്ഷേ ഇവർ മാക്സിമം വലിച്ചു നീട്ടി സമയം കളയുകയായിരുന്നു എന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ നെവിൻ ഈ വഴക്കൊക്കെ നടന്ന് അവിടെ സംസാരമൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അനുവിന് പോയിട്ട് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ട്
നെവിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുകയാണ് അങ്ങനെ തേച്ച് കൊടുത്തോന്ന്. അപ്പം നെവിൻ പറയുന്നു, സോറി ലാലേട്ട, പെട്ടെന്ന് എൻ്റെ പ്രൊഫഷണലിസം കയറി വന്നതാണ്, അങ്ങനെ ചെയ്തു പോയതാണ് എന്ന്. അപ്പോൾ ലിപ് ബാം കൊണ്ട് സ്റ്റോർ റൂമിൽ വെച്ചോ, ഇനി അത് തരത്തില്ല എന്ന് പറയുന്നു. പിന്നീട് നെവിനെയും ജിസേലിനെയും കൂടെ എഴുന്നേപ്പിച്ച് നിർത്തുന്നു. അവരാണ് എവിക്ഷനിൽ വന്നിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നെവിൻ്റെ അടുത്ത് ഈ എവിക്ഷനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ എൻ്റെ എല്ലാ മുഖങ്ങളും പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആകെ ഒരാഴ്ച കൊണ്ട് എൻ്റെ റിയൽ ആയിട്ടുള്ള മുഖം കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ നിർത്തുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള പല പല വേലകൾ കാണിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നു. ജിസേൽ പറയുന്നു, പലർക്കും ഞാൻ മലയാളിയാണ് എന്ന് അറിയില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പച്ച മലയാളി ആയിട്ട് ഇറങ്ങണം, അപ്പോൾ എനിക്ക് ഒരാഴ്ച കൊണ്ട് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഗെയിം കളിക്കാനുണ്ട് എന്നൊക്കെ ജിസേലും പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ രണ്ടുപേരെയും സേവ് ആക്കുന്നു. അത് കഴിഞ്ഞിട്ട് എവിക്റ്റായി പോയിട്ടുള്ള രഞ്ജിത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അപ്പോൾ റെനയോട് സംസാരിക്കുന്നുണ്ട്. റെന രഞ്ജിത്തിനെതിരെ ഒരു പരാതി എഴുതിയിട്ടിരുന്നു, ദേഷ്യമുള്ള പോലെ തോന്നുന്നു, അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്കിനും മാറിപ്പോകുന്നു എന്നൊക്കെ. അപ്പോൾ അതിന് മറുപടിയായിട്ട് രഞ്ജിത്ത് പറഞ്ഞത്, തുടക്കം തന്നെ ഒരു ചെറിയ കുട്ടി എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുത്തിട്ടൊരു സംസാരിച്ചു, പക്ഷെ അത് ശരിയായില്ല. അതിനിടയ്ക്ക് തിരിച്ചൊരു മറുപടി വന്നപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടു എന്നുള്ളത് ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ രഞ്ജിത്ത് എഴുതിയിട്ടുള്ള പരാതി കാണിക്കുന്നു. ആ പരാതി പെട്ടിയിൽ രഞ്ജിത്ത് എഴുതിയിട്ടിരുന്നത്, ലാലേട്ടനോട് പറയാനും മാത്രമുള്ള പരാതി എനിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ലാലേട്ടൻ അവരോട് പറയുന്നത് കണ്ടോ, ഇതുപോലെ കാര്യങ്ങളെ കുറച്ചും കൂടെ വൈഡായിട്ട് ചിന്തിച്ച് വിശാലമായിട്ടുള്ള രീതിയിൽ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ പോകാൻ നേരത്ത് ചിലപ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവാം, ടാസ്കുകളും കാര്യങ്ങളുമൊക്കെ കുറച്ചും കൂടെ കട്ടിയുള്ളതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്, കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അതിനുശേഷം ആദിലയും നൂറയും അനീഷും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഇതാണ് കാണിക്കുന്നത്. അപ്പം അനീഷ് അപ്പോഴും അവരോട് പറയണത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, ഇപ്പം എന്തിനാണ് അവരുടെ കാര്യം, അവർക്ക് പറയണമെന്ന് തോന്നിയാൽ പറയും. അപ്പോൾ അവരോട് നല്ല രീതിയിലാണ് പോയി പെരുമാറി അങ്ങനത്തെ ഒരു ഇതിലിരിക്കുകയാണെങ്കിൽ അവർക്ക് പറയണമെന്ന് തോന്നിയാൽ പറയും. കഴിഞ്ഞ ദിവസം അനുവിൻ്റെ അടുത്തിരുന്ന് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ, അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, അനു, സരിക ഇവരോടൊക്കെ. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് അത് അങ്ങോട്ട് വന്നിട്ട് പറയേണ്ട കാര്യം, പറഞ്ഞ് കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അതൊന്നും ചോദിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പം നൂറ പറയുന്നുണ്ട്, ചേട്ടൻ ഗെയിം കളിച്ചോ, പക്ഷേ ഫീലിങ്സ് വെച്ചിട്ട് ഗെയിം കളിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ സംസാരിച്ച് ഇവർ യൂറോപ്പിൽ പോകുന്ന കാര്യം പറയുന്നു. അപ്പോൾ ആദിൽ പറയുന്നുണ്ട്, ചേട്ടൻ ആദ്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ചേട്ടൻ ഹോമോഫോബിക് ആണെന്നാണ്. അപ്പോൾ അനീഷ് ചോദിക്കുന്നത് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ സംസാരിക്കുന്ന, അവരെ ഹേറ്റ് ചെയ്യുന്ന, അവർക്കെതിരെ വെറുപ്പ്, അവരെ വെറുക്കുന്ന അങ്ങനത്തെ ആൾക്കാരാണെന്ന്. അപ്പോൾ അനീഷ് തിരിച്ചു പറഞ്ഞൊരു മറുപടി കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇന്ത്യൻ നിയമസംഹിതയ്ക്കുള്ളിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പ്രവർത്തിക്കാമെന്ന്. ഇവർ യൂറോപ്പിൽ പോകുന്ന കാര്യം പറയുന്നു. അപ്പോൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഇത്ര ശക്തമായിട്ട് പറയാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പം നിങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ പൊതുസമൂഹത്തിനോട് പറയുക എന്നൊക്കെ അനീഷ് പറയുന്നത് കേട്ടപ്പോൾ സന്തോഷവും തോന്നി അവരോട് ഇത്തരത്തിൽ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്.